ഹായ് ഗൈസ്, എക്സാം എഴുതി കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നല്ല വിശക്കുണ്ട്. ഹൗസിൽ കയറിയിട്ടില്ല കേട്ടോ. ഹൗസിൽ ഇന്നായിരിക്കില്ല, നാളെ ആയിരിക്കും ഹൗസിലേക്കുള്ള എൻട്രി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല വിശക്കുണ്ട്. ഓക്കെ, ബായ്. എന്നാണ് ആഗ്രഹം. അരുണിമ അന്നാപ്പ് ചേച്ചി, എനിക്ക് എന്ത് ഇഷ്ടമാണോ ചേച്ചിന് ഉമ്മ. താങ്ക് യു അരുണിമ. അപ്കമിങ് പ്രൊജക്ട് പ്ലാൻ എന്താ പണ്ടകുന്ത്രയോ, പക്ഷെ പന്തകുന്ത്ര, സോറി. അങ്ങനെ അപ്കമിങ് പ്രൊജക്ട് പ്ലാൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഒരു എന്താ പറയാ, PhD എൻട്രൻസ് എക്സാം വന്നിട്ടുണ്ട്, എൻട്രൻസ് എഴുതണം, അതിന് പോകണം. പിന്നെ ആങ്കറിംഗ് ഒക്കെ പിടിക്കണം. അങ്ങനെ ഫിലിം ഫീൽഡായിട്ട് അങ്ങനെ വലിയ എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്നാലും കിട്ടിയാൽ ചെയ്യുവാൻ, അതായത് എനിക്ക് താല്പര്യമില്ലാന്നല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയണമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് കിട്ടിയ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ജാസ്മിൻ ആരാ നിങ്ങൾക്ക്? ജാസ്മിന്റെ ഫ്രണ്ട്. ജാസ്മിൻ മനുഷ്യത്വത്തിന്റെ പരിഗണന അർഹിക്കുന്നില്ല എന്നകത്ത് നിന്ന് പറയുന്നു. അഭിപ്രായം അകത്ത് അങ്ങനെ പറയുന്നുണ്ടെന്നോ? അവളൊരു മനുഷ്യനാണ് ഗൈസ്. അവള് അവിടെ അനുഭവിച്ചത്ര വേറെ ആരും, എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് സീസണിൽ ആരും അനുഭവിച്ചിട്ടില്ല. അപ്പൊ ജാസ്മിൻ ഇത്തിരി മനുഷ്യത്വം അവള് ചെയ്ത, അതായത് അവൾ ആദ്യമേ ചെയ്ത കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. ആഫ്റ്റർ ഓൾ ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഇതൊരു ഗെയിം ഷോ ആണ്. അതിനെ അങ്ങനെയായിട്ട് എല്ലാവരും കാണാം.